എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ടെൻ അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കയ്യില് സേജ് ഓഫ് സിക്സ് പാത്തിന്റെ ആ ഒരു ടൂൾ ഉണ്ട്. അവൾ ആ ഒരു സ്ക്രോൾ എടുക്കാനായി അതിന്റെ തൊട്ടടുത്തേക്ക് വരും. പക്ഷെ അവളെ കൊണ്ടാണെങ്കിൽ അത് അൺഡു ചെയ്യാൻ കഴിയില്ല. ഹിഡൻ ക്ലൗൺ വില്ലേജിലെ ആരെങ്കിലും ഉടനെ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഈ ഒരു ടൂള് അത് ആക്സസ് ചെയ്യാൻ കഴിയൂ എന്ന് പറയുമ്പോഴേക്കും അവളും ഒറോച്ചിമാറുവിന്റെ ഇൻഫിനിറ്റി സുക്കുനോമിയില് അങ്ങനെ പെട്ടുപോവാണ്. അവളെ ആ ഡയമണ്ട് ട്രീ അതങ്ങനെ ചുറ്റി വലിക്കും. അവൾ എങ്ങനെയെങ്കിലും ആ സ്ക്രോൾ എടുക്കണം, എനിക്ക് എല്ലാവരും രക്ഷിക്കണം എന്ന് പറഞ്ഞ് അത് പിടിച്ചു വലിക്കും. പക്ഷെ അപ്പോഴേക്കും അവളുടെ ബോധം നഷ്ടപ്പെട്ട് അവളിപ്പോ ലീഫ് വില്ലേജിലായിരിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ടായി അല്പസമയം കഴിയുമ്പോ കണ്ണു തുറക്കും. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോ അവളിപ്പോ ലീഫ് വില്ലേജിലുള്ള അവളുടെ റൂമിലാണ്. ഞാനിത് എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചേ, ആ സ്ക്രോൾ എവിടെ എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ ടെൻഷനാവും. അവൾ ചുറ്റും നോക്കും. അവൾ ലാസ്റ്റ് ടൈം കണ്ട ആ ഒരു സ്ക്രോള് അതിപ്പോ അവളുടെ റൂമിൽ തന്നെയുണ്ട്. എനിക്ക് എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ടെലിപ്പോർട്ടായി എങ്ങനെയോ ഇവിടേക്ക് എത്തിയതാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് ഇതുമായി ബാറ്റിൽ ഫീൽഡിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ ആ സ്ക്രോളും എടുത്ത് പുറത്തേക്ക് വരും. പക്ഷെ അപ്പോഴായിരിക്കും വമ്പൻ ട്വിസ്റ്റ്. ഗ്രാമത്തിലെല്ലാവരും വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്യാണ്. അവിടെ അത്രയും വലിയൊരു യുദ്ധം നടക്കുന്നതായിട്ട് യാതൊരു പ്രതീതിയും ഉണ്ടാവില്ല. അവളും ആക്ച്വലി ആ ഇൻഫിനിറ്റി സുക്കുനോമിയിൽ പെട്ടുകിടക്കാണ്. അപ്പോഴായിരിക്കും അവളെ ആരോ വിളിക്കുന്ന ശബ്ദം അവൾ കേൾക്കുക. അവൾ തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, മൈഗയും ലീയും. അവരുടെ ലുക്കും ഭാവവും ഒക്കെ കണ്ട് അവൾ ഷോക്കാവും. രണ്ട് ഷോർട്സ് ഒക്കെ ഇട്ട് വമ്പ സ്റ്റൈലില് അങ്ങനെ നിൽക്കുകയാണ്. അവൾ ഷോക്കായിട്ട് അവരോട് ചോദിക്കും, നിങ്ങളെന്താ ഈ കോലത്തില് വാറിന്റെ നടുവില് ഫാഷൻ ഷോ കളിക്കുകയാണോ? അതിനവർ ചോദിക്കും, വാറോ? എന്ത് വാറ്? നമുക്കിവിടെ യാതൊരു വാറും ഇല്ല. ഇത് ആക്ച്വലി ഞങ്ങളുടെ പുതിയ സ്റ്റൈലാണ്. നിനക്ക് ഈ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോ? ടെൻഡനാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. അവൾ തലയ്ക്ക് കൈവച്ച് ആകെ പ്രാന്ത് പിടിച്ച് അവിടെ എന്താ നടക്കണേന്ന് അറിയാതെ അങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. ടെൻഡനാണെങ്കിൽ വീണ്ടും അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. നമ്മളിപ്പോ ഫോർത്ത് നിഞ്ച വാറിന്റെ നടുവിലാണുള്ളത്. ഇപ്പൊ എങ്ങനെ ഇതൊക്കെ തലകുത്തനെ മറിഞ്ഞു എന്നെനിക്കറിയില്ല. അത് കേട്ട് ലീയും മൈഗൈ സെൻസായും അവർ വണ്ടടിച്ച് പറയും, നീ എന്താ പറയണേ? ഫോർത്ത് നിഞ്ചാവാറോ? തേർഡ് നിഞ്ചാവാറ് അത് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിനു മുൻപേ ഫോർത്തും വന്നോ? അവളാണെങ്കിൽ ഇവരിങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കും. അപ്പൊ അവളുടെ തൊട്ടു പുറകിലൂടെ നെജി അവിടേക്ക് ചാടി വീഴും. നെജിയെ കണ്ട് അവൾ ഡബിൾ ഷോക്കാവും. നെജി അവളെ കണ്ടു പറയും, വാവ്, യു ലുക്ക് ബ്യൂട്ടിഫുൾ. അവനവന്റെ വ്യാഹു കണ്ണുവെച്ച് അവളിട്ടിരിക്കുന്ന ജട്ടിയുടെ കളർ പോലും ഇപ്പൊ അവൾക്ക് പറഞ്ഞു കൊടുക്കും. അവൾ ചമ്മി ഐസായിട്ട് ഇപ്പൊ നിലത്ത് കുത്തിയിരിക്കും. അത് കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോ നറൂട്ടോയും ടീമും അവിടേക്ക് എത്തും. നറൂട്ടോയെ കണ്ടിട്ടാണെങ്കിൽ അവൾക്ക് ഒരുപാട് അത്ഭുതമാവും. നറൂട്ടോയെ കാണാൻ ഇപ്പൊ ശരിക്കും മിനട്ടോയെ പോലെ തന്നെയുണ്ട്. ഉടനെ അവരെല്ലാവരും അവിടുന്ന് മറ്റൊരു ഹോട്ടലിലേക്ക് പോയി ബാർബിക്യൂ കഴിക്കുകയാണ്. ടെൻ ആണെങ്കിൽ അവരെ എല്ലാവരെയും കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യും. ഓരോരുത്തരുടെയും ക്യാരക്ടറിന് നല്ല ചേഞ്ച്. നെജി ആണെങ്കിൽ എപ്പോഴും ഫുഡിന് വേണ്ടി ആക്രാന്തം കാണിക്കുകയാണ്. പക്ഷെ ചോച്ചി ആണെങ്കിൽ കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കാതെ വളരെ നോർമൽ ആയിട്ടിരിക്കും. എപ്പോഴും സൗണ്ട് ഉണ്ടാക്കി വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ഈനോ അവളിപ്പോ ഫുൾ സൈലന്റ് ആണ്. പക്ഷെ അവളുടെ ഓപ്പോസിറ്റ് ഉള്ള ഹിനട്ട അവൾ ഒച്ച വെച്ച് അലറിക്കാറി എല്ലാവരെയും ഞെട്ടിക്കും. സാക്കുര ആണെങ്കിൽ അത് കണ്ട് പേടിച്ച് ഇപ്പൊ നറൂട്ടോയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അത് കണ്ട് ഹിനട്ട അവളിപ്പോ സാക്കുറയെ തള്ളി മാറ്റും. അവള് ദേഷ്യപ്പെട്ട് പറയും, നറൂട്ടോ എനിക്കാണ്. അതിനുശേഷം ഹിനട്ടയും സാക്കുറയും അവർ രണ്ടുപേരും നറൂട്ടോയ്ക്ക് വേണ്ടി 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടയിടി ബഹളം. അങ്ങനെ അവർ ബഹളം വെക്കുമ്പോഴായിരിക്കും സാസുക അവനൊരു ചുമന്ന റോസാപ്പൂവായി സാക്കുറയുടെ അടുത്തേക്ക് വരിക. നിനക്ക് സ്നേഹിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ അവൾക്ക് നേരെ ആ ചുമന്ന റോസാപ്പൂ അങ്ങനെ നീട്ടി നിൽക്കും. സാക്കുറയാണെങ്കിൽ അത് തട്ടിത്തെറിപ്പിച്ച് സാസുകയെ തള്ളിയിടും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് കിബ അവനിപ്പോ പട്ടിക്ക് പകരം പൂച്ചയെടുത്ത് കൊഞ്ചിക്കുകയാണ്. അതേസമയം ഷിനോ അവനാണെങ്കിൽ ഈച്ചകളുമായിട്ട് ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. അവന്റെ തൊട്ടടുത്ത് വന്നൊരു ഈച്ചയെ പോയിസൺ സ്പ്രേ ഉപയോഗിച്ച് അവൻ അതിനെ ആട്ടി ഓടിക്കും. ടെൻ ആണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. ഇവിടെ എന്താ നടക്കണേ? സത്യത്തിൽ എനിക്ക് പ്രാന്തായതാണോ അതോ ഇവർക്ക് മൊത്തം പ്രാന്തായതാണോ എന്നൊക്കെ ചിന്തിച്ച് അവളങ്ങനെ നടക്കുകയാണ്. അവൾ കാര്യമായിട്ട് ഒന്നുകൂടെ ചിന്തിക്കാൻ തുടങ്ങും. ഒരു പക്ഷേ ഇതെന്തെങ്കിലും ഗെഞ്ചിപ്സു ആയിരിക്കോ, ഞാൻ ഏതെങ്കിലും ഗെഞ്ചിപ്സുവില് പെട്ട് കിടക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അവളത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവളെ കൊണ്ട് അതിനാവില്ല. പക്ഷെ അവൾ വിട്ടുകൊടുക്കില്ല. വീണ്ടും വീണ്ടും അത് റിലീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ സ്ക്രോള് അതവളുടെ മുൻപിലേക്ക് വന്ന് വീഴും. അവൾ ആ സ്ക്രോള് വായിച്ച്, അതെ, ഈ സ്ക്രോള് തന്നെയാണ് അവസാനം ഞാൻ കണ്ടത്. ഒരുപക്ഷെ ഇതുപയോഗിച്ച
എനിക്ക് കെഞ്ചിപ്സു അത് ബ്രേക്ക് ചെയ്യാൻ കഴിയോ? അവൾ പതിയെ തല ഉയർത്തി മുകളിലേക്ക് നോക്കും. നിലാവ് അത് മുഴുവനായിട്ടും ചുമന്നിരണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. മാധുരയെ അവൻ എങ്ങനെയെങ്കിലും ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ പ്രത്യേകിച്ച് ലക്ഷ്യമില്ലാതെ മുൻപോട്ടേക്ക് ഓടാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ടെൻടൻ അവൾ വീട്ടിലേക്ക് വന്ന് അവളുടെ പഴയ നിഞ്ച ബുക്സും സ്ക്രോളും ഒക്കെ അരിച്ചു പെറുക്കി ഇപ്പൊ വായിക്കാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും ഈ ഒരു കെഞ്ചിപ്സു അത് ബ്രേക്ക് ചെയ്യാൻ കഴിയണം, എങ്കിലും മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ കാര്യമായിട്ട് ബുക്സ് വായിക്കുമ്പോഴായിരിക്കും റോക്ലിയും നെജിയും അവളുടെ വീട്ടിന് മുൻപിലേക്ക് വരിക. അവർ രണ്ടുപേരും ചേർന്ന് അവളെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. ഇവർ രണ്ടുപേരും ഫേക്കാണ്, ഇവരെന്തിനാ എന്നെ ഇപ്പൊ ട്രെയിനിങ്ങിന് വിളിക്കുന്നതെന്നും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി വരും. അതിനുശേഷം അവർ മൈൻഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കും. ഉടനെ റോക്ലിയും നെജിയും അവർ രണ്ടുപേരും അവൾ ട്രെയിനിങ്ങിന് വിളിക്കും. അതിനവൾ ദേഷ്യപ്പെട്ടു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. അത് കേട്ട് അവര് വണ്ടടിക്കും. നെജി ചോദിക്കും, ഇവക്ക് വട്ടായോ? അതിന് ടെൻടം പറയും എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് നൈറ്റ് അവൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയതെന്നാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഭ്രാന്തിയൊക്കെ അവൾ കാണിക്കുന്നത്. അത് കേട്ട് ഫുൾ കലിപ്പില് അവൾ അങ്ങനെ കടന്നു പോവും. എനിക്ക് എങ്ങനെയെങ്കിലും ഈ കെഞ്ചിപ്സുവിൽ നിന്ന് രക്ഷപ്പെടണം, ഇനി ഇതിൽ പെട്ടുകിടന്ന ബാഡായിട്ട് എന്തെങ്കിലും സംഭവിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നെജിയും ലീയും അവർ നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഷിക്കമരുവിനോടും ടീമിനോടും പറയും. ടെൻടന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൾ ട്രെയിനിങ്ങിന് വരുന്നില്ല, പ്രാക്ടീസിന് വരുന്നില്ല, ഞങ്ങളോട് സംസാരിക്കുന്നില്ല, ഫുൾ ടൈം അവൾക്ക് ദേഷ്യം തന്നെയാണ്. അത് കേട്ട് ഷിക്കമരു പറയും, ഒരു പക്ഷേ അവൾക്ക് നിങ്ങളെ രണ്ടുപേരെയും തീരെ ഇഷ്ടമല്ലായിരിക്കും. ചോദിക്കും, ഇതൊക്കെ നിങ്ങളുടെ ടീമിന്റെ കാര്യമല്ലേ, സോ ഞങ്ങളോട് ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് കേട്ട് ലീയും നെജിയും അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് വിഷമാവും. ഉടനെ പറയും, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, എന്താണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ടെൻടന്റെ പ്രോബ്ലം അത് കണ്ടുപിടിക്കാൻ അവർ റെഡിയാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ടെൻടൻ അവളിപ്പോ ലൈബ്രറിയിലേക്ക് വരികയാണ്. അപ്പൊ അവളുടെ തൊട്ടു മുൻപിലേക്ക് വീണ്ടും നെജിയും ലീയും അങ്ങനെ വന്ന് നിൽക്കും. അവൾ ദേഷ്യപ്പെട്ട് ചോദിക്കും, നിങ്ങൾ ഈ സമയത്തും എന്റെ പിന്നാലെ തന്നെ നടക്കുകയാണോ? ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത്. അതിനവർ രണ്ടുപേരും അവളുടെ മുൻപില് സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിക്കും. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ എന്താ ചെയ്യണേന്ന് ചോദിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ലൈബ്രറിയുടെ മുകളിലായിട്ട് ഷിക്കമരു ടീമും ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. ഇവിടെ ടെൻടൻ ആണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഇനി ഒരു പക്ഷേ ഇവരും മാധുരയുടെ ആൾക്കാരാണോ എന്നൊക്കെ ചിന്തിച്ച് അവളങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് റിക്വസ്റ്റ് ചെയ്യും, നിനക്ക് ഇനിയെങ്കിലും ഇവരോട് ക്ഷമിച്ചൂടെ? അതിനവൾ ഫുൾ കലിപ്പില് അവരോട് പറയും, നിങ്ങൾ ആരും എന്റെ അടുത്തേക്ക് വരാൻ പാടില്ല, നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഡോർ അടച്ച് അവൾ അകത്തേക്ക് പോവും. കട്ട് ചെയ്ത ഈ ഒരു പ്രോബ്ലം അവർ സാക്കുറയോടും നറൂട്ടോയോടും അങ്ങനെ എല്ലാവരോടും ഷെയർ ചെയ്യും. സാക്കുറ പറയും, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ടെൻടൻ അവൾ നമ്മുടെ എല്ലാവരുടെയും ക്ലാസ്മേറ്റ് ആണ്, സോ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് സൊല്യൂഷൻ കണ്ടെത്താമെന്ന് പറയും. അതേസമയം ടെൻടൻ അവൾ ലൈബ്രറിയിൽ ഇരുന്ന് കാര്യമായിട്ട് ഗെഞ്ചിപ്സു എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നതിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടും അവൾക്ക് കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഒത്തിരി വിഷമത്തില് അവൾ റിയൽ വേൾഡിൽ എന്തായിരിക്കും നടക്കുക എന്ന് ചിന്തിച്ചു നിൽക്കും. എന്നിട്ട് വീണ്ടും തിരികെ വന്ന് ബുക്സ് എടുത്ത് വായിക്കും. അപ്പോഴായിരിക്കും അവൾക്ക് ആ ബുക്സിന്റെ ഇടയിൽ നിന്ന് ഒരു റോസ് ഫ്ലവർ കിട്ടുക. അതിന്റെ അടിയില് സാസുകയുടെ ഒരു വാചകവും, നിനക്ക് ആക്ച്വലി ആരെയും സ്നേഹിക്കാനില്ലാത്തതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഒരു ഡിപ്രഷനിൽ പെട്ടുപോയത്. ഉടനെ സാസുകയും സാക്കുറയും അവർ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് വരും. അവൾ തുറന്നു പറയും, എനിക്ക് നിങ്ങളോടൊപ്പം ഇങ്ങനെ ഫണ്ണായിട്ട് നടക്കാൻ ഒരു താല്പര്യവുമില്ല, എത്രയും പെട്ടെന്ന് റിയൽ വേൾഡിലേക്ക് എനിക്ക് തിരികെ പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് കടന്നു പോവും. അപ്പോഴായിരിക്കും നറൂട്ടോ അവളുടെ കയ്യിലിരിക്കുന്ന ബുക്ക് അത് ചെക്ക് ചെയ്യുക. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വീണ്ടും മീറ്റിംഗ് ഒക്കെ കൂടി ഇനി എന്ത് ചെയ്യും എന്ന് കൂലങ്കക്ഷായിട്ട് ആലോചിക്കും. എന്നിട്ട് സിമ്പിളായിട്ട് പറയും, ഞാൻ അവളുടെ തലയ്ക്ക് 4 ഇടിയും കൊടുത്ത് സിമ്പിളായി ഇവിടേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുവരാം. കട്ട് ചെയ്താ ഇവിടെ ടെൻടൻ അവളാണെങ്കിൽ ആ സ്ക്രോളും നോക്കി അങ്ങനെ ഇരിക്കുവാണ്. ഉടനെ ഹിനട്ട അവൾ അവിടേക്ക് ചാടി വീണ് ആ സ്ക്രോള് അത് തട്ടിപ്പറിക്കും. ഹിനട്ട ടെൻടനോട് പറയും, നീ ഒരുപാട് ദിവസമായി ഞങ്ങളെ ഹേർട്ട് ചെയ്യുന്നു, നീ ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം ഈ സ്ക്രോള് ഞാൻ നിനക്ക് തിരികെ തരാം. ഉടനെ ഹിനട്ടയുടെ തൊട്ടു പിന്നാലെ സാക്കുരയും ടീമും അവിടേക്ക് എത്തും.
ഇവിടെ ടെൻടൺ അവള് ഫുൾ കലിപ്പില് ഹിനട്ടയെ വെട്ടാനായിട്ട് വലിയൊരു കോടാലി എടുത്ത് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. ഉടനെ നറൂട്ടോ അവൻ ആ സ്ക്രോള് അത് മേടിച്ച് ഇപ്പൊ അവൾക്ക് തിരികെ കൊടുക്കും. നറൂട്ടോ ചോദിക്കും, നിനക്കിപ്പം നിന്റെ ഫ്രണ്ട്സിനോട് ഒട്ടും ഇഷ്ടമല്ലല്ലേ? അതിനവള് പറയും, സത്യത്തിൽ എനിക്ക് നിങ്ങൾ ആരെ ഇഷ്ടമല്ല, എനിക്ക് എങ്ങനെയെങ്കിലും റിയൽ വേൾഡിലേക്ക് തിരികെ പോണെന്ന് പറഞ്ഞ് അവള് വീണ്ടും അവിടുന്ന് കടന്നു പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ജനങ്ങൾക്കിടയിൽ ഒരേ ഒരാള്, ആ ഒരാള് നമ്മുടെ ആൾക്കാരെ ടെററായിട്ട് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.